ഹലോ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ കുറച്ച് അവലാതികളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് എത്ര പേര് കാണും, എത്ര പേരിലേക്ക് എത്തുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവരിലെങ്കിലും ഇതെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ ഒരു ജനുവരി മുതൽ എടുത്ത, അതിന് മുന്നേ ഉണ്ട്, എന്നാലും ഞാൻ പറയും ഏറ്റവും കുറഞ്ഞത് ജനുവരി മുതൽ ഇന്ന് ഫെബ്രുവരി, ഇന്നിപ്പോൾ 28 ഈ ഡേറ്റ് വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കൗമാരക്കാരായ കുട്ടികൾ, 25 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന അതിക്രമങ്ങൾ. സ്വന്തം അമ്മയെ കഴുത്തറത്ത് കൊല്ലാൻ ഒരു മടിയും കാണിക്കുന്നില്ല. എന്താ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ചതിന് ഒരു പയ്യൻ പറഞ്ഞ മറുപടി, എന്നെ സൃഷ്ടിച്ചതിനുള്ള കൂലി കൊടുത്തതാണെന്ന്. ഈ രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു, അവരുടെ സംസാര രീതി, പെരുമാറ്റം മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ലഹരികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ സ്വഭാവത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ച് വരുന്ന ന്യൂസുകളാണ് എന്നെ ഈ ഒരു എന്താ പറയുക ആവലാതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, 23 വയസ്സുള്ള ഒരു പയ്യൻ, വെഞ്ഞാറമൂട്, നിങ്ങൾ മിക്കവരും ആ ന്യൂസ് കേട്ടിട്ടുണ്ടാവും, 5 പേരെ അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ഒരാളെ, സ്വന്തം ഉമ്മയെ മൃതപ്രായയാക്കി ഇട്ടിട്ട് അവന് യാതൊരു കൂസലും ഇല്ല എന്നുള്ളത്. അവൻ ചെയ്തതിലെ തെറ്റോ ശരിയോ ഒന്നും അവന് ഒരു വിഷയമേ അല്ല. അതായത് ഇത് ഓരോ കൊലപാതകത്തിൻ്റെയും കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചിത്രമായിട്ട് തോന്നും. കാരണം ബന്ധുക്കൾ സഹായിക്കാത്തത് കൊണ്ട്, പൈസ കൊടുത്ത് സഹായിക്കാത്തതുകൊണ്ട് ഉമ്മുമ്മയെ കൊന്നു. അപ്പോൾ അതുവരെ ഉമ്മ സഹായിച്ചിരുന്നു, എന്നിട്ടും ആ ഒരു പ്രത്യേക ദിവസം അവന് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഉമ്മുമ്മയെ കൊന്നു. പിന്നെ അവൻ്റെ ധൂർത്തിനെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ കുറ്റം പോലെ പറഞ്ഞതുകൊണ്ട് വല്യച്ഛനെയും ഭാര്യയും കൊന്നു. പിന്നെ അമ്മയ്ക്കും അനിയനും ഞാനില്ലെങ്കിൽ പിന്നെ വേറെ ആരുമില്ല എന്നുള്ള വളരെ കരുതൽ കൊണ്ട് അവരെയും തലക്കടിച്ചു കൊന്നു. പിന്നെ കാമുകി ഞാനില്ലാതെ ജീവിക്കില്ല, അതുകൊണ്ട് അവളെയും കൊന്നു. ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടിയവരായിരുന്നോ എനിക്കറിയില്ല. ഇവനെ സംബന്ധിച്ച് അവർ കൊല്ലപ്പെടേണ്ടവരാണ്. പക്ഷെ അവർക്ക് ജീവിക്കാൻ അർഹതയുള്ളവരായിരുന്നു. ഇവൻ എന്തിനാണ് അവരെല്ലാം ഈ രീതിയിൽ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാവുന്നില്ല. സാമ്പത്തികമാണ് കാരണം, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. നാട്ടുകാർക്ക് ഒന്നും ഇവനെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ല. വളരെ നല്ല പയ്യനാണ്, എല്ലാവരോടും വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ലഹരിയുടെ ഒരു കാര്യം ചോദ്യചിഹ്നമായി വരുന്നത്. എനിക്ക് തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ആ പയ്യൻ കുറേ കാലങ്ങളായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ മദ്യമോ കഞ്ചാവോ അതൊന്നുമല്ല, MDMA പോലെയുള്ള ലഹരി എന്തായാലും ഉപയോഗിക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിച്ച ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ലെന്നാണ് പറയുന്നത്. കാരണം അവരുടെ പെരുമാറ്റത്തിലോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു കാര്യങ്ങളും ഇവർ ചെയ്യുന്നില്ല. ഇവരെപ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ പെരുമാറുന്നത്. പിന്നെ ഒരു മണത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മദ്യപിച്ചാലൊക്കെ മണം കൊണ്ടൊക്കെയാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് വേറെ രീതിയിൽ വരുന്നത്, ഇതൊന്നും ഉണ്ടാവുന്നില്ല. അവർ വളരെ നോർമലായി എപ്പോഴും എങ്ങനെയാണോ അതേപോലെയാണ് പെരുമാറുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഉപയോഗം ഈ കുട്ടികളിലേക്ക് ഈ വക സാധനങ്ങൾ എത്തുന്നത് നമ്മൾ പാരൻസ് എങ്ങനെ അറിയാനാണ്? ഇതിനെക്കുറിച്ച് പല രീതിയിലും പല ഭാഗത്തുനിന്നും ചർച്ചകൾ വരുമ്പോൾ എല്ലാവരും, ഇപ്പം രാഷ്ട്രീയക്കാരും മതപണ്ഡിതന്മാരും അതല്ലെങ്കിൽ എന്താ പറയുക പോലീസ്, പാരൻസ്, ഇങ്ങനെ എല്ലാവരും ചേർന്നുള്ള ചർച്ചകളിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ആളും അടുത്ത ഗ്രൂപ്പിനെ കുറ്റം പറയുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി വരുന്നില്ല. ഇപ്പം ഒരു കൂട്ടർ പറയും ഭരണകൂടമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് എന്ന്. അപ്പം ഭരണകൂടത്തിന്, പോലീസിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അവർക്ക് അതിലേക്ക് എത്താൻ നിങ്ങളും കൂടി ഇൻഫർമേഷൻ തന്നാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം.
അപ്പോൾ കുറേ പേര് സ്കൂളുകാർ ശ്രദ്ധിക്കണം, സ്കൂളിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അപ്പം സ്കൂളുകാരിലേക്ക് എത്തുമ്പോൾ സ്കൂളുകാർ പറയും നിങ്ങൾ വീട്ടിൽ നിന്നും ശ്രദ്ധിക്കണം, വീട്ടുകാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, വീട്ടിലെ അടുപ്പക്കുറവുകളാണ് കുട്ടികളെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ മതപുരോഹിതന്മാർ പറയും മതചിന്തയില്ലാത്തതും പ്രാർത്ഥനയില്ലാത്തതുമാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ എവിടെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേപോലെയുള്ള ചർച്ചകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നിലും ഇന്ന പോലെ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രവർത്തിച്ച് ഇന്ന രീതിയിൽ ചെയ്താൽ ഇതിന് നമുക്കൊരു കടിഞ്ഞാണിടാൻ പറ്റും എന്ന രീതിയിലൊരു സൊല്യൂഷൻ ആരുടെ ഭാഗത്തുനിന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, വീട്ടിൽ നമ്മൾ അമ്മമാർ ഒരു പരിധി വരെ ഞാൻ പറയുന്നത് വീട്ടിലും നമ്മൾ കുറേ കൂടി ബോണ്ടിങ് ഉള്ളവരായിരിക്കണം എന്നുള്ളത് ഒരു കാര്യമാണ്, പല ഘടകങ്ങളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പല സ്ത്രീകൾക്കും അവെയറാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർ പുറത്തൊന്നും പോകുന്നില്ല, ജോലിക്കൊന്നും പോകാത്തൊരു സ്ത്രീയാണെങ്കിൽ അവർ ഇതുപോലെയുള്ള ന്യൂസുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. അവർ മിക്കവാറും സീരിയൽ കാണുകയും ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇത് കാണുകയും അല്ലെ റീൽസ് കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. ഇതേപോലെയുള്ള ന്യൂസുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയമാണ്. അപ്പം ഞാനൊരു ഫാമിലി വ്ളോഗിനെ കുറിച്ച് അവരെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് എനിക്ക് ഒത്തിരി പേര് കമൻറ്റുകൾ ഇടാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാറില്ല, അതിന് വ്യൂ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് എത്ര പേര് കാണുന്നു അല്ലെങ്കിൽ എത്ര പേര് ഇതേക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, അറിയുന്നു എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തിലെ അമ്മയ്ക്ക് ഇതേക്കുറിച്ച് അറിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവർ ആ രീതിയിൽ ശ്രദ്ധിക്കുമോ? കാരണം നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുക അതുപോലെ മാറ്റങ്ങൾ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ മദ്യപിച്ച മണം വരുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ കൂടുതലായി പൈസ ചോദിക്കുമ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അതുമാതിരി യാതൊരു മാറ്റവും ഇല്ലാത്തൊരു കുട്ടിയെ ഒരമ്മ ഇതുപോലെയുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ മകനെ അല്ലെങ്കിൽ മകളെ കൂടുതൽ ശ്രദ്ധിക്കില്ല. അതായത് ഈ പറഞ്ഞ രീതിയിലൊന്നും വാച്ച് ചെയ്യൂല. അപ്പം നമ്മൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിക്കണം. ഇവരുടെ കൂട്ടുകെട്ട് എന്താണ്, ഇവരേത് സമയത്തൊക്കെയാണ് പുറത്തു പോണത്, ഇവരാരുമായിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇവർ ഫോണിൽ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളിത് കുട്ടികളെ കുറ്റവാളികളെ പോലെ കാണാതെ വളരെ, അതായത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് അറിഞ്ഞു വയ്ക്കണമെങ്കിൽ വീട്ടിലുള്ള പാരൻസ്, അച്ഛനും അമ്മയും, അവർക്ക് ഇതേക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇതുപോലെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. ഇതിപ്പോൾ തന്നെ വഞ്ഞാറമൂട് കേസിലെ ആ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചപ്പോൾ പോലും അവർക്കും പല കാര്യങ്ങളും അറിയില്ല. അങ്ങനെ ഉണ്ടായോ, അതെപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പലരും അറിയുന്നില്ല, കൂടുതൽ വിവരങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല. അങ്ങനെയാകുമ്പോൾ കുടുംബത്തിലുള്ള ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പാരൻസിന് ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒരച്ഛൻ, ഇപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഒരു അച്ഛൻ തൻ്റെ 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ MDMA ഉപയോഗിച്ചത് കണ്ട് മനസ്സിലാക്കി തിരുത്തി ആ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിലുണ്ടായിരുന്ന ഒരു ചർച്ചയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ ചർച്ച എത്ര പേര് കണ്ടിരിക്കും, എത്ര പേര് ആണ് അത് കണ്ടിട്ടുണ്ടാവുക എന്നുള്ള സംശയമാണ്. അപ്പോൾ ഇത് മാക്സിമം ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ സ്കൂളുകളിലും ഇതിൻ്റെ ശ്രദ്ധയും, പിന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പാരൻസ് ശ്രദ്ധിച്ചില്ല, പോലീസ് ശ്രദ്ധിച്ചില്ല, ഭരണകൂടം ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിലും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. കാരണം അവർ മനസ്സിലാക്കണം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 കൊല്ലമാണ് പറയുന്നത്, 5 കൊല്ലത്തിനുള്ളിൽ തീർന്ന ആ കുട്ടിയുടെ ജീവിതം. ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതം 5 കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ ന്യൂറോ സിസ്റ്റം കംപ്ലീറ്റ് അടിച്ചു പോയിട്ട് ജീവിതം തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. അത് കുട്ടികളാണ് അതിൻ്റെ ഭീകര അവസ്ഥ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടാനും ഒക്കെ കുട്ടികൾക്ക് ഒരു തിരിച്ചറിവ് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം.
ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് തിരിച്ചറിവ് വേണം, അവർ അവെയറാവണം, വീട്ടുകാരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പോലീസിനെയും കൂടി, പോലീസും അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റുള്ളവരെയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം ഈ സാധനം നമ്മുടെ നാട്ടിലേക്ക് ഒരു അതിർത്തി കടന്നിട്ടാണ് വരുന്നത്, അല്ലേ? അതായത് നമ്മുടെ സ്റ്റേറ്റിലേക്ക് ഈ സാധനം വരണമെങ്കിൽ ഒരു അതിർത്തി കടന്ന് വേണം വരാൻ. അപ്പോൾ ആ അതിർത്തി കടന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം എത്തുന്നുവെങ്കിൽ അതിർത്തിയിലുള്ള നമ്മുടെ ചെക്കിങ് അത്ര പോരാഞ്ഞിട്ടല്ല. അത് ഏത് മാർഗ്ഗം ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, ബൈ റോഡ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായൊരു ചെക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ കുറേയും കൂടി എന്താ പറയുക, ബെറ്ററായിട്ട് വിജിലൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. അതായത് ഇതിൻ്റെ ഈ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ 27 വയസ്സുണ്ട്, മകൻ ഇത് MDMA ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും എന്തായാലും മകൻ അത് സ്റ്റോപ്പ് ചെയ്തു, ഇനി ഉപയോഗിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന രീതിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രത്യേക നമ്പറിലേക്ക് പണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ സാധനം 30 കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടുത്തോ റോഡ് സൈഡിലോ അങ്ങനെ ഏതെങ്കിലും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ ഈ സാധനം കൊണ്ട് വയ്ക്കും. അപ്പോൾ ഈ പൈസ കിട്ടിയ ആൾക്ക് അവിടെ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും, അതായത് ഓരോ സ്ഥലത്തും 30 കിലോമീറ്ററിനുള്ളിൽ ഇത് സപ്ലൈ ചെയ്യാൻ ആളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്ര ഭീകരമാണ് ഈ അവസ്ഥ. പിന്നെ ഇതിന് വലിയ ആൾക്കാരാണ് ഇത് എപ്പോഴും പോലീസ് പിടിക്കുക, വളരെ താഴെയുള്ള ചെറിയ ചെറിയ ആൾക്കാരെ ആയിരിക്കും. പക്ഷെ നമ്മളിതിൻ്റെ മുകളിലേക്ക് പോയാൽ ഒത്തിരി വലിയ ആൾക്കാരുണ്ടാവുമായിരിക്കും. പേര് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര വലിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ തലപ്പത്തുണ്ടാവുക, ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരുണ്ടാവുക. അപ്പോൾ ഇത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വല്ലാതെ ആശങ്കപ്പെടുന്നു. കാരണം എനിക്കും ഉണ്ട് ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടി, ഒരു മകനുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് എൻ്റെ ഒരു ആശങ്കയാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ നേരെ അവർക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ, ഈ സാധനങ്ങൾ കിട്ടാനുള്ള പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മളിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാകുന്നത് അവരിതൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞു എന്ന്. അപ്പോഴേക്കും അവർക്ക് നമ്മളെ കൊല്ലാനുള്ള ഒരു പ്രവണതയിലായിരിക്കും അവരെത്തിയിട്ടുണ്ടാവുക ഈ കുട്ടികൾ. അതുകൊണ്ട് 12ഉം 13ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഈ സാധനമൊക്കെ വാങ്ങാൻ എവിടുന്ന പൈസ കിട്ടുന്നതെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഇവർക്ക് പൈസ കൊടുക്കാതെയാണ്, ഇത് ഫ്രീ ആയിട്ടാണ് ഈ സാധനം കിട്ടുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു അഡിക്ഷൻ ആയി കഴിയുമ്പോൾ പിന്നെ ഇവർക്കിത് കിട്ടാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരെ അതായത് ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിൽ ക്യാരിയേഴ്സ് ആക്കി മാറ്റും. അപ്പോൾ പൈസ കൊടുക്കാതെ ഇവർക്ക് സാധനം കിട്ടും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ കുട്ടികളാണ് പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ചങ്ങല ഇങ്ങനെ വലുതായി വരും. പിന്നീട് ഇതുപോലെ ക്യാരിയേഴ്സ് ആവാൻ പറ്റാതെ അല്ലെങ്കിൽ കൂടുതൽ അളവിൽ ഇത് എടുക്കേണ്ടി വരികയോ പൈസ തികയാതെ ഒക്കെ വരുമ്പോഴാണ് കുട്ടികൾ പാരൻസിൻ്റെ അടുത്തേക്ക് വരുന്നതും പൈസയ്ക്ക് ചോദിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ. സ്വന്തം മകളെ ഇതിൽ പെട്ടിട്ട് അച്ഛൻ രക്ഷിച്ചു, പക്ഷേ ഇനിയും ഉണ്ട് ഇതിൻ്റെ കടമ്പകൾ. ഇവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചങ്ങലകൾ പൊട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു 24-ൽ. അതിൻ്റെ ഒരു ചെറിയ ഭാഗം പാരൻസ് സംസാരിച്ച ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കാം. എന്തായാലും നിങ്ങളെല്ലാം കണ്ടു നോക്കുക. ഒരു 10 മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു. വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല, സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും. അപ്പം അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഇവൻ്റെ ശല്യം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ, ഞങ്ങൾ വേറെ മൂഡിലാണ്, തട്ടിക്കളയുന്നുള്ള രീതിയിലാണ് ഇവർ പറയണത്. പിന്നെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ലഹരി കൊടുക്കുന്ന ആള്, അതെ, സപ്ലയർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരൊരു ഗ്യാങ് ഉണ്ട്. എളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊരു ഗ്യാങ് ഉണ്ട്. അത് അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗ്യാങ് അയക്കണേണ്. ഇവര് ഈ കഞ്ചാവ് മാത്രമല്ല, എൻ്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്.
ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി. അത് ഇവർ കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയ് ആദ്യം കൊടുത്തെന്ന് പറയുന്നത്. കിൻഡർ ജോയിലൊരു പൊടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കിൻഡർ ജോയിലൊരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കുമെന്ന് പറയും. ഈ ഡയറി മിൽക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം, ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അത് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് സാർ ഒരു മിനിറ്റ്, അതിൽ അവർ ആ കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് സാധാരണ കഞ്ചാവ് വലിക്കുന്നതല്ല, അവർ ഒരു ചില്ലിന്റെ കുപ്പിയില് അത് അടിച്ചു കഴിഞ്ഞ് ഇവരൊക്കെ ഒരു 5 കൊല്ലം വെച്ച് ജീവിക്കൂല. അത്രയും പോക ഒരുമിച്ച് അകത്തോട്ട് പോകെ. നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെയല്ല, ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിന്റെ വലിക്കുന്ന ഭാഗം അധികം 1 ഇഞ്ച് വലിപ്പമുള്ള ഇതാണ്. ആ പുകയാണ് ഇവര് തന്നെ വലിച്ചു കയറ്റുന്നത്. ഈ 15 വയസ്സുള്ള കുട്ടികൾ വലിച്ചു കയറ്റുന്ന ആ പുകയാണ്. ഭീകരമാണ്. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇത്ര പുക നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി എന്തായിരിക്കും അവസ്ഥ? കഞ്ചാവല്ല ഇപ്പൊ നമ്മൾ കിൻഡർ ജോയിലിട്ട് പൊടി എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കുറെ നാളായി നോക്കുന്ന കേട്ടിടത്തോളം അത് കഞ്ചാവൊന്നുമല്ല. അത് ഈ പറഞ്ഞ MDMA എന്നൊക്കെ പറയുന്ന ഇവർ മെറ്റൽ അല്ലെങ്കിൽ എന്താണ് എൻ്റെ മകനും 27 വയസ്സുണ്ട്. 6 മാസം അവനെ തന്നെ എന്നോട് പറഞ്ഞാണ് 6 മാസം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിന്ന് രാവിലെ 2-3 മണിക്കൂർ അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു മൊബൈലിലേക്ക് ഒന്ന് കാശ് അയച്ചു കൊടുത്താൽ ഉടൻ തന്നെ അവർ ഈ സാധനം, ഈ MDMA എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മുട്ടിലോ എവിടെയെങ്കിലും വച്ചിട്ട് ഒരു പടം അയച്ചു കൊടുക്കും. ഉടൻ തന്നെ അടുത്ത് ഈ 30 കിലോമീറ്ററിനകത്തുള്ള ലൊക്കേഷനും. അതിനുവേണ്ടി ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫോൺ എൻ്റെ മകൻ പറഞ്ഞത് UK ഒക്കെ ബേസുള്ള വെച്ചർ ഫോൺ, ഈ സിം കാർഡ് ഇല്ലാത്ത ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. 30 കിലോമീറ്ററിനകത്ത് ആരാണ് പൈസ ഇട്ടാലും ഓടി ഉടൻ തന്നെ എത്തിക്കുന്നു ഈ സാധനം. ഇവിടെ പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സുലഭമായിട്ട് ഇത് കൊടുക്കുകയാണ്. നമ്മൾ യുവാക്കളെ കാര്യം മാത്രം ചർച്ച ചെയ്യുമ്പോഴോ പെൺകുട്ടികളിലും നല്ലൊരു ഭാഗം ആളുകളും വലിയ കോളേജുകളിലൊക്കെ ഇത് സുലഭമായി നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. വയസ്സ് 62 ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ലഹരിക്കെതിരാണ് ഞാൻ. എൻ്റെ മകന് മുഖത്തിലൊരു വ്യത്യാസമോ അല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചാരായമൊക്കെ കുടിക്കുന്ന ആളുകളെ ദൂരെ വച്ച് തന്നെ നമുക്കൊരു സ്മെല്ല് കൊണ്ട് അത് അവൻ ചാരായം കുടിച്ചിരിക്കണമെന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കിൽ അവൻ ഇന്ന സാധനം വാങ്ങിച്ചോണ്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയാൻ വിളിക്കാൻ പോകും. ആ ബാത്റൂമിൽ പോകുന്ന സമയം കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു സംശയം മനസ്സിൽ തോന്നിയെങ്കിലും അത് ഇന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഇതിനു വേണ്ടിയുള്ള സമയം കൂടി അവിടെ എടുക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ കുട്ടിക്ക് പോലും ഒരു ശകലം സംശയത്തിനുള്ള വഴിയില്ല. കണ്ടോ, ഇങ്ങനെ അവരുടെ അനുഭവങ്ങൾ ഈ ചർച്ചയിലൂടെ പങ്കുവച്ചപ്പോൾ എനിക്കും വല്ലാത്തൊരു ആശങ്ക തോന്നി. കാരണം ഞാനും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വളരെ സ്നേഹിക്കുന്ന ഒരു പാവം അമ്മയാണ്. അമ്മ എന്ന നിലയിൽ ഞാൻ എന്താ പറയുക, അത്ര പൊസസീവ് എന്ന് പറയാമോ എന്നറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റരുത് എന്ന് വിചാരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പോൾ അവർ ഒക്കെ ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആശങ്കകൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ന്യൂസുകൾ എത്ര പേരിലേക്ക് എത്തും, എത്ര പാരൻസ് ഇതേക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന പാരൻസ് ഒക്കെ ആണെങ്കിൽ അവർ രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കും തിരിച്ചു വന്നാൽ ബാക്കി വീട്ടിലെ പണികൾ ചെയ്ത് തീർക്കുന്ന തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരും ഇതേപോലെയുള്ള കാര്യങ്ങളിൽ അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇതേക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നിലെ ഒരു ആശങ്ക. അപ്പോൾ ഇതിന് നമ്മുടെ കൃത്യമായ നടപടികളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായി ഇതിന് കൺട്രോൾ ചെയ്യും, ഇതിനെ ഇല്ലാതാക്കുകയും വേണം. മദ്യം പോലെ അല്ലല്ലോ ഇതിൻ്റെ ഒരു അവസ്ഥ.
അപ്പോൾ ഈ സാധനം നമ്മുടെ നാട്ടിലേക്ക് എത്താത്ത രീതിയിൽ അതിനെ നിർത്താനുള്ള വേണ്ട കാര്യങ്ങൾ നമ്മളുടെ സർക്കാരും പോലീസും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ച് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ബൈ.